ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗിഫ്റ്റാർക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഷവർമത്തെ റെസിപ്പി ഞങ്ങൾ നോക്കാം. എപ്പോൾ ഞങ്ങൾ ചിക്കൻ വെച്ചിട്ടല്ല ഷവർമാക്കറേ, ഇന്ന് ഞങ്ങൾക്ക് പനീർ വെച്ചിട്ട് പനീർ ടിക്ക ഷവർമ എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നോമ്പ് തറക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ ട്രൈ ആക്കി നോക്കൂ. അപ്പോൾ ഞങ്ങൾ ഇത് ചിക്കൻ ഷവർമത്തെ വീഡിയോ എല്ലാം മുന്നോട്ട് ഞാൻ ഇട്ടാണ്. ഇപ്പോൾ ചിക്കൻ എല്ലാം ആവത്തെങ്ങ അതേപോലെ നോൺ വെജ് എല്ലാം കൂട്ടാത്തെങ്ങ ഇത് ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ചിക്കൻ്റെ അതേ ടേസ്റ്റിൽ ഞങ്ങൾക്ക് നോൺ വെജിൻ്റെ അതേ ടേസ്റ്റിൽ ഞങ്ങൾ ഇതുപോലെ ഈ ഒരു ഷവർമ ഞങ്ങൾ ആക്കി എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ആക്കറേ ഞങ്ങൾ നോക്കാം. അപ്പോൾ അത് ഒരു പാക്കറ്റ് പനീർ എടുത്തറ. ഇത് 200 ಗ್ರಾಮ್ಡೆ ಇದು ಪ್ಯಾಕೆಟ್ ಇದೆ. അപ്പോൾ പനീർ ഞങ്ങൾ ഫ്രീസറിൽ ബേക്കർ അൻകണ്ടെങ്കിൽ അത് ഞങ്ങൾ ഒരു ഗಂಟೆ മുന്നേ എടുത്തിട്ട് പരത്തി വയ്ക്കണം, ഒന്ന് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു. അതിൽ പിന്നെ ಇದಕ್ಕೆ ಬೇನೆ ಮಸಾಲ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തേ. ಅದಕ್ಕೆ ഒരു 1/4 ടീസ്പൂൺ അത്ര മഞ്ഞളുടെ പൊടി, വലിയ സ്പൂണിൽ 1.5 സ്പൂൺ ഇട്ടങ്ങൈತೆ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഇത് ജീരകത്തെ പൊടി, ഒരു 3/4 ടീസ്പൂൺ കൊത്തമ്പരി പൊടി, തെല്ല് കസൂരി മേത്തി, ടേസ്റ്റ് വേണ എത്ര ഉപ്പും അതേപോലെ ഇഞ്ചി വെല്ലുള്ളി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കണം. അതൊരു ചെറിയ സ്പൂണിൽ ഒന്ന് ഫുള്ളായിട്ട് നിറച്ചും ഇഞ്ചും വെല്ലുള്ളി രണ്ടും കൂടി പേസ്റ്റ് ആക്കിയതാണ് ഇതുപോലെ ഇട്ട് കൊടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ಲೆಮನ್ ಜ್ಯೂಸ್ ಲಿಂಬೆ ಆವೋ ಅದല്ലെങ്കിൽ ಸುರ್ಕ ಉಂಡೆಂಗೆ ಸುರ್ಕ ಇದು ಲಿಂಬೆ ಉಂಡೆಂಗೆ ಅದೇ ಬಿತ್ತರೋ ஒரு 1/2 ಲಿಂಬೆ. ಇದಕ್ಕೆ ಈ ಪನ್ನೀರ್ಗೆ ನಂಗೆ ಉಪ್ಪು ಪುಳಿ ಎಲ್ಲ ತೆಲ್ಲು ಬಲಿಕೋಗ ಎಲ್ಲ ತೆಲ್ಲು ಟೈಮ್ എടുക്കರು, ಬೇಗಮೇ ಉಪ್ಪು പുളി പിടിക്കില്ല. അപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് പുളി എല്ലാം അത് ഇട്ട് കൊടുക്കറു. അതിൽ പിന്നെ ಇದಕ್ಕೆ ನಂಗೆ മെയിനായിട്ട് വേണേ ഈ ഒരു മസ്റ്റർഡ് ഓയിൽ അത് ഉണ്ടുണ്ടെങ്കിൽ അതേ ഇടറോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ വലിയ സ്ഥലം ഞങ്ങൾ സാധാരണ നോർമൽ ഓയിൽ ഉണ്ടല്ലോ, വേറെ ഏതെങ്കിലും ഓയിൽ അത് വീട്ടിങ്ങെത്തി. ഇപ്പോൾ ഈ ഒരു മസ്റ്റർഡ് ഓയിൽ ഉണ്ടെങ്കിൽ നല്ല ഞങ്ങൾ പർത്തല കിട്ടില്ല ആ ഒരു ടിക്കത്തെ ഫ്ലേവർ, അതേ ഫ്ലേവർ കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് വീത്തി കൊടുക്കറോ. അത് വീത്തിട്ട് ഈ മസാല നല്ല മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു മസാല ഇത് ഞങ്ങൾ ഓയിലിൽ മസാല മിക്സ് ആക്കി എടുക്കുമ്പോഴത്തേക്ക് മസാലയ്ക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള റെഡ് കളർ ഉണ്ടല്ലേ അത് കിട്ടണം. വേറെ എക്സ്ട്രാ കളർ എന്തെങ്കിലും ഉണ്ടില്ല. അപ്പോൾ ഓയിൽ ബീത്തിട്ട് ഇതുപോലെ തന്നെ വേണ്ടിട്ട് ഒരു തില്ല് തന്നെ മിക്സ് ആക്കണം. ഞാനിപ്പോൾ തില്ല് തന്നെ ബീത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്ത മസാല ഇതുപോലെ ആക്കി എടുത്തേ. ഇനിയിപ്പോൾ ഞങ്ങൾ പനീർ ഇട്ടിട്ട് ഇതിൽ മസാല നല്ല മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ ഇത് റെസ്റ്റ് ബേക്കറിങ് കുറേ നേരം ഞങ്ങൾ റെസ്റ്റ് ബേക്കറിങ് നല്ല വെച്ചാൽ ഞങ്ങൾ ഈ പനീർക്ക് ഉപ്പ് പുളിയെല്ലാം പിടിക്കത്തില്ല, ടൈം എടുക്കരുത്, ಬೇಗ ಉಪ್ಪು പുളി പിടിക്കില്ല. അപ്പോൾ ಅದಕ್ಕೆ ഒരു ಗಂಟೆ ಮಾತ್ರ കാട്ടിത്തില്ല 6 ടൈം ആ ബേക്കറിങ് നല്ല ടൈം ഇല്ലെങ്കിൽ ഒരു 6 ಗಂಟೆಗೆ ഞങ്ങൾക്ക് റെസ്റ്റ് ബേക്കണം. അപ്പോൾ ഇതുപോലെ മസാല ഇങ്ങനെ ഇട്ടാൽ പിന്നെ ഇതിൻ്റെ അടുക്കുന്ന ചെറിയൊരു ബൗൾ വെച്ചാൽ ഒരു ചാർക്കോൾ കത്ത് വാട്ടിയിട്ട് ആ ഒരു ടിക്കത്തെ ഫ്ലേവർ കിട്ടുക വേണമായിട്ട് ಅದಕ್ಕೆ ഓയിൽ നെയ്യ ബീത്തിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ആ ഒരു ടിക്കറ്റ് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇത് ആക്കണോ കനൽ കത്ത് വാട്ടിയിട്ട് ഇങ്ങനെ ആക്കണോ. അപ്പോൾ ഇത് കൂടെ ഇക്കട്ടിത് ഇങ്ങനെ പിന്നെ ಇದಕ್ಕೆ ಉಪ್ಪು പുളിയെല്ലാം അത് കറക്റ്റാക്കി കൊടുക്കും. ചെന്ന പോലെ ಇದಕ್ಕೆ ഉപ്പ് പുളിയെല്ലാം പിടിക്കുന്ന തെല്ലുമല്ല. അപ്പോൾ അത് കൊണ്ടിട്ട് കറക്റ്റായിട്ട് ഉപ്പ് തെല്ല് ഞങ്ങൾ ഉപ്പ് നോക്കുമ്പോൾ തെല്ല് ആറ പോലെ ഇക്കട്ട്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് പണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അതെല്ലാം ആയാൽ പിന്നെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ ബാമ്പു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ. അതല്ലെങ്കിൽ ഞങ്ങൾ നോർമൽ പാനിൽ വെച്ചിട്ട് അത് ഇങ്ങനെ ഞങ്ങൾ ചിക്കനെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നതല്ലേ അതുപോലെ എണ്ണയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ കണ്ടെങ്കിൽ നല്ല ഈസി ആവും ഞങ്ങൾക്ക്. അപ്പോൾ അത് പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ടാക്കിയിട്ട് ഇതുപോലെ കുത്തി കൊടുക്കും. ഞാൻ ഇതിൽ കട്ടറല്ലേ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുറോ. അപ്പോൾ ഈ പനീർ ഇത് ഞാൻ എടുത്തത് അത് ചെറിയ ക്യൂബ്സ് ചെയ്ത് വലിയ ക്യൂബല്ല. അതിൽ വലിയ ക്യൂബ് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ക്യൂബ്സ് ഉണ്ടായെങ്കിൽ ഒന്നും കൂടി നല്ല ഇത് ചെറിയ ക്യൂബ്സ്. അപ്പോൾ കുത്തുമ്പത്തെ ഇങ്ങനെ ചെറിയ ക്യൂബ് ഉണ്ടായെങ്കിൽ കുത്തുമ്പെല്ലാം പൊട്ടാത്ത പോലെ നോക്കിയുള്ളൂ. മെല്ലനെ ഇങ്ങനെ നോക്കിയിട്ട് കുത്തിങ്ങെത്ത്. അപ്പോൾ അതാ ഇതുപോലെ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് വേണോ അത്ര നോക്കിയിട്ട് കുത്തിയിട്ട് എടുത്തെങ്കിത്ത് കണ്ടല്ലേ. ഇതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഇത് വേറെ എക്സ്ട്രാ കളർ എന്ത് ഇട്ടിട്ടില്ല. ഞങ്ങൾ ആ ഒരു കടുക് പിന്നെ ഞങ്ങൾ ഇത് കാശ്മീരി മുളക് പൊടി യൂസ് ആക്കിയത് നല്ല കളറും കേട്ടിട്ട് കണ്ടല്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇത് എല്ലാം ഇതുപോലെ 4 സ്റ്റിക്കിൽ ഞാനിവിടെ ആക്കിയിട്ട് ഇത്ര ഉണ്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ റെസ്റ്റ് ബേക്കുണ്ടല്ലേ ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തെങ്കിൽ ഇനിയിപ്പോൾ ഇതാ ಇದಕ್ಕೆ ಬೇನಾയിട്ടില്ല മയനസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ മയനസിൻ്റെ വീഡിയോസ് എല്ലാം മുന്നോട്ടാണ് വീഡിയോ ഇട്ടാണ് അത് ಬೇನುಂಟಾയി നോക്കൂ. അത് എല്ലാ ടൈപ്പിലുള്ള മയനസിനാണ് ഇട്ട ഓയിൽ ഇട്ടിട്ട് ആക്കുന്നതും ഓയിൽ ഇടാണ്ട് ആക്കുന്നതും എല്ലാം ഇട്ടാണ്. ഇത് ഞാനിപ്പോൾ മിൽക്ക് മയനസ് ആക്കിയത്. അപ്പോൾ മിൽക്ക് മയനസിന് ഇതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടാണ് അത് ಬೇನುಂಟಾയി അത് നോക്കൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഇതിൽ കാട്ടിയിട്ടില്ല. ചൊന്ന ഇവിടെ മോള് വേറെ മുട്ടയിട്ട് മയനസ് പിന്നെ അതേപോലെ പർത്തര കൊണ്ടുണ്ട് അതെല്ലാം കൂട്ടില്ല. ഈ ഒരു മയനസ് മാത്രമേ കൂട്ടുള്ളൂ. ഇത് ഞങ്ങൾ മിൽക്കും പിന്നെ ഓയിലും ഒരേ അളവിൽ എടുത്തിട്ട് അങ്ങനെ ആക്കുന്ന ഒരു മയനസ് ആയിട്ടിരിക്കുക. അപ്പോൾ മയനസും ഇവിടെ റെഡി ആയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പാൻ വെച്ചിട്ട് ഞങ്ങൾ തെല്ല് ഓയിൽ വിത്തി കൊടുക്കുക. ചുമ്മാ ഓയിൽ വേണ്ട, തെല്ല് ഓയിൽ ഓയിൽ ഞങ്ങൾ ചൂടായിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തെങ്കിൽ വേഗം അവിടെ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ല ഒന്ന് ഫസ്റ്റ് തെല്ല് തീ ഹൈ ഫ്ലെയിമിൽ വെച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ തെല്ല് ചെറിയാക്കിയിട്ട് നല്ല എല്ലാ സൈഡും ഒരേപോലെ ഞങ്ങൾ ഒന്ന് വേഗമേ അവിടെ പനീറായത് കൊണ്ടിട്ട് ഒന്ന് കാച്ചിട്ട് എടുക്കണോ. ഓയിൽ ഇതെല്ലാം ഇങ്ങനെ സൈഡിൽ പോയിട്ട് നിൽക്കരുത് ഈ ഒരു പാനിൽ. അങ്ങനെ മുണ്ടുണ്ടെങ്കിൽ നടുക്ക് ഓയിലാക്കി കൊടുക്കണോ വേഗമേ അവിടെ. അപ്പോൾ ഇതാ പനീരെല്ലാം ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ട് കണ്ടല്ലേ. ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ ഫ്രൈ ആയിട്ട് പറഞ്ഞു. ഇനിയിപ്പോൾ ഇത് എടുക്കുക. ഇത്
അപ്പോൾ പനീർ റെഡി ചെയ്ത് ഇനിയിപ്പോൾ ഞങ്ങൾ ಇದಕ್ಕೆ ಬೇನೆ ಇದು ಕುಬ್ಬೂಸ್ ഞങ്ങൾക്ക് ഒന്നെങ്കിൽ ഞങ്ങൾ ഔത്തലാക്കാം അതല്ലെങ്കിൽ പരത്തര കൊണ്ടുണ്ടെങ്കിൽ അതും ആവും അല്ലെങ്കിൽ ചപ്പാത്തിയിലും ഞങ്ങൾ ഇതാക്കി എടുക്കാം അപ്പോൾ കുബൂസിൻ്റെ വീഡിയോ ഞാൻ മുന്നോട്ട് ഷവർമത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടാണ് ഷവർമത്തെ വീഡിയോ ആക്കുമ്പോൾ അതിൽ കാട്ടിരാനാണ് അത് ಬೇನುಂಟಾയെങ്കിൽ അത് നോക്കറോ ഇല്ലെങ്കിൽ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ನಾನು ಅದು ಬೇನುಂಟಾയെങ്കിൽ എപ്പെങ്കിൽ ಅದರ ഒരു വീഡിയോ ഇട്ടേ ನಾನು സെപ്പറേറ്റ് ആയിട്ട് ಬೇನುಂಟಾയെങ്കിൽ ഇല്ലെങ്കിൽ അത് നോക്കിയെങ്കിൽ ഇട്ട് അപ്പോൾ ഇതാ കുബൂസ് എടുത്തിട്ട് ഞങ്ങൾ ആക്കി വെച്ച മയനസ് ഉണ്ടല്ലേ ഇതുപോലെ എല്ലാ സൈഡും ഇങ്ങനെ മയനസ് ആക്കി കൊടുക്കണം അതിൽ പിന്നെ ഞങ്ങൾ കട്ടാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ തെല്ല് വെജ്ജസ് കട്ടാക്കി വെച്ചിട്ട് അതായത് ടൊമാറ്റോ പിന്നെ അതുപോലെ ക്യാബേജ് കുക്കുംബർ അതെല്ലാം കട്ടാക്കി വെച്ചിട്ട് അത് ഞങ്ങൾ ഇതാ ഇതിൻ്റെ മേലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം വെച്ചാൽ പിന്നെ പനീർ ഇതാ ഇതുപോലെ പനീർ വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ മേലേക്ക് തെല്ല് മയനസ് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ടെങ്കിൽ ഇടാം അതില്ലെങ്കിൽ ഇങ്ങനെ റോളാക്കിയിട്ട് എടുത്തെങ്കിൽ അതാ തെല്ല് മയനസ് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്തോളൂ രണ്ടെങ്കിൽ ഫുഡ് റാപ്പ് പേപ്പർ എല്ലാം ഉണ്ടുണ്ടെങ്കിൽ അതിനല്ലേ ഞങ്ങൾ റോൾ ആക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് തിന്നോകെല്ലാം തില്ല ഈസി ആവിടും അപ്പോൾ അത് ഉണ്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇങ്ങനെ അവിടെ കുത്തി വെച്ച് അങ്ങനെ ആവും അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിലല്ലേ അപ്പോൾ അതിലിതാ ഇതിൽ ഞാൻ കാട്ടുന്ന പോലെ ഒന്ന് റോളാക്കി എടുത്തിങ്ങೈತೆ ಇದರ ಬ್ಯಾಕ್ ಸೈಡ್ಲೆ ಅವಿಗೆ ಇದ ಇದುപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തിങ്ങೈತೆ അവിടേക്ക് ഒന്ന് മടക്കിയിട്ട് വെച്ചെങ്കിട്ട് അപ്പോൾ ഇതൊക്കെ കണ്ടറല്ലേ ഇതായിത്തോടെ അപ്പോൾ ഇതേപോലെ ബാക്കി ഞങ്ങൾ ഇങ്ങനെ മാക്കി എടുത്തെങ്കിട്ട് അപ്പോൾ ഇതിലൊന്ന് ഞാൻ ചിക്കനിലും ആക്കിയിട്ട് കാട്ടുറേ അപ്പോൾ ചിക്കനിലാക്കുറെങ്കിൽ ഞങ്ങൾ ഇത് സെയിം മെത്തേഡിൽ ഇങ്ങനെ ഞങ്ങൾ ഇപ്പോൾ പനീർ ഫ്രൈ ആക്കിയല്ലേ ടിക്കാക്കിയല്ലേ അതേപോലെ നിങ്ങൾ ടിക്കാക്കിയിട്ട് അങ്ങനെ ആക്കുറെങ്കിൽ അങ്ങനെ ആക്കുക അതല്ലെങ്കിൽ ഞങ്ങൾ ചെറിയ പീസാക്കിയിട്ട് ഞങ്ങൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കുറെങ്കിൽ ഇതും ആക്കുക അപ്പോൾ ഇത് ബാക്കിയെല്ലാം സെയിം ഇങ്ങനെ ചിക്കൻ ഈ പനീർ ബദലിಗೆ ചിക്കൻ ಬೆಚ್ಚಂಗೈತೆ അപ്പോൾ ചിക്കൻ ഷവർമ നിങ്ങൾ എപ്പോൾ തിന്നറല്ലേ പനീറെല്ലാം നിങ്ങൾ ഇത്രത്തോളം ട്രൈ ആക്കാതെങ്ക നിങ്ങൾ ആക്കിയിട്ട് നോക്കുറൊന്നു നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ടിക്ക ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടിരിക്കുന്നത് നല്ലൊരു ഫ്ലേവറും ആയിട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ഇത് ചിക്കനിൽ അപ്പോൾ ചിക്കനിലും പിന്നെ അതേപോലെ പനീരിലും രണ്ടും ഷവർമ ഇവിടെ ആക്കിയെടുത്തേ അപ്പോൾ ബാക്കിയെല്ലാം ആക്കിയാൽ പിന്നെ കാട്ടാനാണ് ഇതാ എല്ലാ ഷവർമ ഇതുപോലെ ആക്കിയെടുത്തേ അപ്പോൾ ഇത്ര ഷവർമ ആയിട്ട് കിട്ടിയത് അപ്പോൾ കണ്ടറില്ലേ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ചിക്കനിലെല്ലാം ഷവർമ തിന്നറ നിങ്ങൾ പനീരിൽ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ആക്കി നോക്കൂ പനീർ ടിക്ക ഷവർമ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും സൂപ്പർ ടേസ്റ്റ് ആയിട്ടിരിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾ ആക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരം പേർക്കിടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കൂ കമൻറ്റ് ആക്കൂ അതേപോലെ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കൂ അറിയുന്നുണ്ട് ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കുമ്പോൾ മറക്കണ്ട സബ്സ്ക്രൈബ് ആക്കുമ്പോൾ അതിൽ മുട്ട മേലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ആക്കൂ ഇൻഷാ അല്ലാഹ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും